മാരീഡ് ആണോ? അല്ല. സോഷ്യൽ മീഡിയ പറയുന്നത് ഇവനാണ്. സോഷ്യൽ മീഡിയ ആദ്യം ഇവൻ എന്റെ ഭർത്താവാക്കാൻ ശ്രമിച്ചു. അതല്ല എന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇവൻ എന്റെ കാമുകനാക്കാൻ ശ്രമിച്ചു. കാരണം താങ്കൾ പറഞ്ഞതിന് അതിന് ഇവന് ഹിന്ദു മതസ്ഥരാണല്ലോ. അപ്പോൾ ഇപ്പം ഇവരെന്റെ കാമുകനാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് ഇവിടെ ഹൗസ് വാമിങ്ങിന്റെ കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ എന്റെ ഉമ്മാനെയും വാപ്പാനെയും കണ്ടു. അപ്പൊ ഇവനെങ്ങനെ ഇവിടെ എത്തി? ഇവിടെ ഇപ്പൊ ഒരു സൂയിസൈഡ് എനിക്ക് തോന്നുന്നു ഒന്നല്ലാന്ന് തോന്നുന്നു. ശരിക്കും എത്രാമത്തെ അറ്റംപ്റ്റ്? എനിക്ക് തോന്നുന്നു എന്റെ അറിവില് മൂന്നാമത്തെ. ഫസ്റ്റ് ഞാനില്ല, രണ്ടാമത്തത് കുറച്ച് ഡീപ്പായിട്ടാണ്. അല്ല, താൻ ചോദിച്ചൊരു സംഭവം ഉണ്ടല്ലോ, ഇത്രയും ഡീപ്പായിട്ട് മുറിഞ്ഞിട്ടുണ്ടല്ലോ, വേദന ആയില്ലേന്ന് ചോദിച്ചില്ലേ? അതിനെക്കാട്ടും വലിയ വേദന ഇവിടെ നെഞ്ചത്തുണ്ടോ. എന്നിട്ടും പലരും പറഞ്ഞത് എന്താണെന്നറിയോ, പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാൾ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്യണം. ചിലർ പറയും എനിക്ക് മാനസിക പ്രശ്നമാണ്. മാനസിക പ്രശ്നം നല്ലടോ. ഈ താഴെ തട്ടിൽ നിന്ന ഒരുത്തി, ഒരു മുസ്ലിം ഒരുത്തി ഈ ഹൈന്ദവരുടെ ദൈവത്തിനെ വരച്ച് അവൾ വലിയ നിലയിലെടോ എത്തിപ്പോയി എന്നുള്ള ചിലരുടെ അന്ധമായ ചിന്താഗതിയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. അപ്പം എന്നെക്കുറിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് വളരെയധികം മോശമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അത് എൻ്റെ മക്കളെ ബാധിക്കും. എൻ്റെ ഭർത്താവിന് മുമ്പൊരു ജോലി ഉണ്ടായിരുന്നു. അത് ആദ്യം എൻ്റെ ഭർത്താവിന് ഭയങ്കര ഇതായിരുന്നു, ജസ്ന സലീം എൻ്റെ ഭാര്യയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പം അദ്ദേഹം എവിടെയും മിണ്ടൂല. അദ്ദേഹത്തിന് മിണ്ടാൻ പേടിയാണ്, കാരണം ഒരു ജോലി പോയി. ഈ കൃഷ്ണനെ വരയ്ക്കുമ്പോൾ ഉമ്മ എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ ഇങ്ങനെ വരയ്ക്കുന്നത് കൊണ്ട് എല്ലാരും പറയുന്നുണ്ട്? ഉമ്മ എന്താ പറഞ്ഞേ? ഇഷ്ടത്തിന് ഓളോട് നടക്കാൻ പറഞ്ഞാല് ഞമ്മക്ക് അതിന് കഴിയില്ല. ഓളോളെ ഇഷ്ടത്തിന് നടക്ക്, ഓളോട് നടക്കട്ടെ. നമുക്ക് നമ്മളൊന്നും അങ്ങനത്തെ ഒരു ഇതിലേക്കൊന്നും പെട്ടാനൊന്നും ആദ്യമല്ല. ലൈഫിലൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൽ പ്രാർത്ഥിക്കും. ജസ്റ്റിനയുടെ ലൈഫിലൊരു പ്രശ്നം വന്നാൽ നിങ്ങൾ ഏത് ദൈവത്തിലാണ് പ്രാർത്ഥിക്കാറ്? എനിക്ക് ഇന്ന മതം ഇന്നത് എന്നൊന്നുമില്ല. നമ്മൾ കാല് തടഞ്ഞ് വിൽക്കാൻ പോകുമ്പോൾ പിടിക്കുന്നത് ചിലപ്പോൾ ഏത് മതസ്ഥനാന്ന് പറയാൻ പറ്റൂല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹലോ, വെച്ചിട്ട് വരി. നിങ്ങളല്ലേ അരുണ്? നിങ്ങളെ കിട്ടാൻ കാത്തുകയാണ്. ഒരു മൈക്ക് ഞാൻ വെച്ചേരാ. ഈ ജസ്റ്റിന് എവിടെയുണ്ടോ അവിടെ അരുണുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഭയങ്കര ഫേമസ് ആണ് നിങ്ങൾ രണ്ടുപേരും, വൈറലാണ്. ഇല്ല, അതിന്റെ കൂടെ തന്നെ അരുൺ ബഷീർ അല്ലേ? ആ പേര് വരെ എനിക്ക് ഓർത്തു വെക്കണമെങ്കിൽ നിങ്ങൾ എത്രമാത്രം വൈറലായിരിക്കണം അല്ലേ? അച്ഛന്റെ പേരാണ്. ഓക്കെ, എനിക്ക് ശരിക്കും അറിയേണ്ട ഫസ്റ്റത്തെ കാര്യം, നിങ്ങൾ ആരാണ് ജസ്നയുടെ? കസിൻ ബ്രദറാണ് അല്ലേ? പക്ഷെ നമുക്ക് അറിയാൻ പറ്റുന്നത് അങ്ങനെയൊന്നും അല്ല. അത് നോക്കിയിരിക്കാറില്ല. നമ്മളെന്താ പറയുക, ഈ സമൂഹത്തിൽ ഇപ്പൊ ഏതൊരു വ്യക്തിയെ കൂട്ടിയാലും ഇപ്പൊ ഒരാള്, അതിപ്പോ ജസ്നയാണെങ്കിലും ഞാനാണെങ്കിലും, ഇപ്പൊ ഇവൾ എന്താണെന്ന് ആൾക്കാര് ചിന്തിക്കുന്നില്ല. മറ്റുള്ളവര് ഇപ്പൊ ഇവളെ കൂടെ ഞാൻ നടക്കുമ്പോ ഞാനൊരു ഹിന്ദുവാണ് പറയുമ്പോ ഞാൻ ഹിന്ദുവാണ്. ഇപ്പൊ മേ ബി നോക്കുകയാണെങ്കിൽ അച്ഛൻ മുസ്ലിമാണ്, അമ്മ ഹിന്ദുവാണ്. വളർന്നതും കാര്യങ്ങളൊക്കെ ഹിന്ദു ആയിട്ടാണ്. അപ്പൊ ഒരു മുസ്ലിം പെണ്ണിന്റെ കൂടെ ഒരു ഹിന്ദു ചെക്കൻ നടക്കുമ്പോ ആരായാലും നെഗറ്റീവേ പറയും. ഒന്നാമത് സോഷ്യൽ മീഡിയ നെഗറ്റീവേ പറയുള്ളൂ. ഇവർക്ക് ഈ മെയിൻ ആയിട്ട് വേണ്ടത് കണ്ടന്റാണ്. അപ്പൊ ഒരാളെ എത്രത്തോളം തരം താഴ്ത്തണം അത്രത്തോളം ഇവര് തരം താഴ്ത്തി അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. അതാണ് ഇവർ ചിന്തിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അച്ഛനതിലേക്ക് പോയിട്ടില്ല. കാരണം ജനിച്ച് വളർന്നതും നടന്നതും പോയതൊക്കെ ഹിന്ദു ആയിട്ടാണ്. നിങ്ങൾ മാരീഡ് ആണോ? അല്ല. അല്ല. അപ്പൊ ശരിക്കും സോഷ്യൽ മീഡിയ പറയുന്നത് ഇവനാണ്. ഒരു ഭർത്താവും എന്ന് മാത്രമല്ല പറയുന്നത്. ഞാൻ കമന്റ്സ് ഒക്കെ നോക്കുമ്പോ അതിനേക്കാളും ഉപരിയായിട്ടാണ് കഴിക്കുന്നത്. ഇപ്പോ ഈ ലോകത്ത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സംഭവം തന്നെ ഇതാണ്. അല്ല, അത് ശരിയാണെന്നല്ല അങ്ങനെ ഞാൻ കല്യാണം കഴിക്കാത്ത കാരണം വെച്ചാൽ എനിക്ക് അതൊരു അഫെയർ ഉണ്ടായിരുന്നു. അത് ബ്രേക്കപ്പ് ആയതിനു ശേഷമാണ് ഞാൻ ഒഴിവായത്. അപ്പൊ ഇനി കല്യാണം കഴിക്കുന്നില്ലേ? ചിന്തിച്ചില്ല. അപ്പൊ കല്യാണം കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ഇഷ്യൂ ഒക്കെ വന്നാ എന്ത് ചെയ്യും? ഫ്രണ്ട്ഷിപ്പ് അല്ല, ഫ്രണ്ട് എന്നുള്ളൊരു ഇതാണ്.
അതിനിപ്പോ ഞാൻ അല്ല ഞങ്ങളെ കുറിച്ച് സമൂഹം എന്ത് വേണേലും പറഞ്ഞോട്ടെ, പക്ഷെ ഞങ്ങളുടെ ഫാമിലിക്ക് അറിയാം, ഞങ്ങളുടെ നാട്ടുകാർക്ക് അറിയാം ഞങ്ങൾ എന്താണെന്നുള്ളത്. അതിന് ഇന്നലെയും കൂടി ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെയും കൂടി ഒരു ലൈവില് വന്നപ്പോ ഒരു ചമയെന്ന് പറഞ്ഞൊരു യൂട്യൂബർ ബാഡായിട്ട് കുറെ കമന്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ അവരെ നെഗറ്റീവ് ഞാനും പറഞ്ഞു. അവര് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഓരോന്ന് പറയാൻ വേണ്ടി ഞാനത് മൈൻഡൊക്കെ ഉണ്ട്. കാരണം ഒന്നാമത് ഇവിടെ തിരക്കും കാര്യങ്ങളായിട്ട് ഇപ്പൊ 2-3 ദിവസമായിട്ട് ഓട്ടം. അല്ല, വേറൊരു കാര്യം ഞാൻ പറയട്ടെ. സോഷ്യൽ മീഡിയ ആദ്യം ഇവൻ എന്റെ ഭർത്താവാക്കാൻ ശ്രമിച്ചു. അതല്ല എന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇവൻ എന്റെ കാമുകനാക്കാൻ ശ്രമിച്ചു. കാരണം താങ്കൾ പറഞ്ഞതിന് അതിന് ഇവന് ഹിന്ദു മതസ്ഥരാണല്ലോ. അപ്പോൾ ഇപ്പം ഇവരെന്റെ കാമുകനാണ്. അപ്പൊ അങ്ങനെയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് ഇവിടെ ഹൗസ് വാമിങ്ങിന്റെ കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ എന്റെ ഉമ്മാനെയും വാപ്പാനെയും കണ്ടു. അപ്പൊ ഇവനെങ്ങനെ ഇവിടെ എത്തി? അതെ, ശരിക്കും ഇത് നിങ്ങളുടെ ആരുടെ കുടുംബമാണ്? എന്റെ കുടുംബം കസിനായിട്ട് വരും. അങ്ങനെ ബഷീറും നിങ്ങളുടെ ആരാ? കസിനായിട്ട് ഒരു നമ്മള് അടുത്ത ബന്ധമായാലും അകന്ന ബന്ധമായാലും നമ്മള് ബന്ധുക്കളും തന്നെയാണല്ലേ. അപ്പൊ ഒരു ബന്ധം അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു ബന്ധത്തില് ഞങ്ങള് എന്താ പറയാ, ആങ്ങളെയും പെങ്ങളും എന്നുള്ളത് അത് സമൂഹം അവർക്ക് തോന്നുന്ന രീതിയിൽ അവർ മാറ്റിയെടുത്തതാ. അപ്പൊ നമുക്കിപ്പോ അവരുടെ രീതിയിൽ ജീവിക്കാൻ പറ്റൂല. ഞങ്ങളായിട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ. ഇവന് എന്റെ ഫാമിലിയിൽ എന്റെ ഉമ്മാന്റെ വാപ്പാന്റെ ഇവന് ഇന്നലെ രാത്രി വരെ ഇവന്റെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് രാത്രി ഇങ്ങോട്ട് തിരിച്ചു വരികയും ചെയ്യും. ഇവന്റെ അച്ഛനാണ് ഇവിടെ പെയിന്റ് ചെയ്തത്. ഒരു വീഡിയോ, നിങ്ങളുടെ വീഡിയോ വൈറലായ സമയത്ത് നിങ്ങളുടെ അമ്മ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടു. അതായത് ഇനിയിപ്പോ അത്ര വേണമെങ്കിൽ ഞാൻ ഇവളോ ആയിട്ട് കല്യാണം കഴിപ്പിക്കും. അല്ല, അത് നമുക്ക് ആ ഒരു കാര്യം ഞാൻ പറയുന്നത് വെച്ചാല് ആ ഒരു സിറ്റുവേഷനില്, കാരണം നമ്മൾ യാദൃശികമായിട്ട് ഗുരുവായൂർ വെച്ചിട്ട് ഇവിടെ എന്നെ പരിചയപ്പെടുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിന് ഒരു യൂട്യൂബർ ഉണ്ട്. ആ ഒരു സ്ത്രീ കമന്റ് ഇട്ടു. അത് കമന്റ് ഇട്ടെന്ന് പറഞ്ഞാൽ അത് ആർക്കും വായിക്കാൻ പറ്റാത്ത ഒരു കമന്റാ ഇട്ടത്. അപ്പൊ ആ ഒരു സമയത്ത് ഈ കമന്റ് വായിച്ച് ഞാൻ എന്റെ മൈൻഡിൽ ഇതുണ്ട്. അങ്ങനെയാണ് ഞാൻ വീഡിയോ വെറൈറ്റി മീഡിയ ത്രൂ ആണ് കേട്ടോ പുറം ലോകം കണ്ടത്. അതിന്റെ സത്യാവസ്ഥയാണ് ഇവൻ പറയുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ആ സ്ത്രീനെ ഞാൻ കാണുന്നത്. അപ്പൊ ഇവര് ഫുൾ ടൈം ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തന്നെ ടാർഗറ്റ് ചെയ്ത് നിൽക്കാം. ഞാൻ മൈൻഡ് വെച്ചില്ല. കാരണം ഇന്നൊക്കെ ഒരാൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമുക്ക് വിഷയമല്ല. അതേസമയത്ത് ഞാൻ ഇപ്പൊ നിങ്ങളെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതൊരു വിഷയമാണ്. കാരണം സ്ത്രീയാണ്. അപ്പൊ ഞാനിപ്പം വേറൊരു പുറത്തുള്ള ഒരാളുകളെയോ ഇവരെയൊക്കെ വീഡിയോ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിലോ കുഴപ്പമില്ല. പക്ഷെ ഒരു സ്ത്രീയെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. കാരണം അവര് വേറെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പുറത്ത് പറയാലോ. അങ്ങനെയാണ് അന്ന് ആ ഒരു സംഭവം. ഈ സ്ത്രീ ആ ഒരു ഫോൺ പിടിച്ചിട്ട് കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് ഇങ്ങനെ വെക്കുക. ഞാൻ പോയി ചോദിച്ചാൽ എന്താ ചെയ്തത്? ഞാൻ ഒന്നും നോക്കിയില്ല. ഞാൻ ഫോൺ ഇങ്ങനെ വെച്ചിരുന്നു. കാരണം എന്റെ ഫോണിൽ ഇതാണത്. അപ്പൊ അവിടുന്ന് പോലീസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഫോട്ടോ എടുത്തിക്കോ. സ്ത്രീ ചോദിച്ചു ഇവനോട്, നിങ്ങൾ എന്റെ ഫോട്ടോ എടുക്കണോന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞതേ നോക്കിക്കോ. അങ്ങനെയാണ് ടാർഗറ്റ് ചെയ്ത് വന്നത്. പിന്നെ പ്രവോക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഇതാക്കണം. എനിക്ക് ആകെ ഒരൊറ്റ മൈൻഡേ ഇല്ലായിരുന്നു. ഇന്ന ആര് തോന്നിയാസം പറയാൻ ഇപ്പോഴും ഞാൻ പറയാണ്. നിങ്ങൾ ഇന്റർവ്യൂ നടത്തുന്നുണ്ടല്ലോ, ഈ സമയത്തും പറയാം. ഇന്ന വേണ്ടാത്തൊരു കാര്യത്തിന് ആര് തോന്നിയാസം പറഞ്ഞാലും ഞാൻ പറയുന്നു. അതിനിപ്പോ ഏതൊരു വ്യക്തിയാണെങ്കിലും എനിക്കൊരു അല്ല, സോഷ്യൽ മീഡിയ തന്നെ പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ ഞാൻ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കുക അങ്ങനത്തെ ഒന്നുമില്ല. സോഷ്യൽ മീഡിയയില് ഇവരെ പലതും പറയാം. പക്ഷെ ഇവൻ തിരിച്ച് ഒരു പെണ്ണിനെ പറയുമ്പോ അത് വേറൊരു രീതിയിലായി വരുന്നത്. ഒരു ബീവിക്ക് അവര് ഏറ്റവും കൂടുതൽ പ്രവോക്ക് ചെയ്യുന്ന വെച്ചാല് ഫാമിലി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ മക്കളെ ചൂഷണം ചെയ്യാം. അവരെ പ്രവോക്ക് ചെയ്തിട്ട് അവരെ കൊണ്ട് ഇവരെ തെറി പറയാം. എന്ന് കഴിഞ്ഞാൽ അവര് സേഫായി. അവർക്ക് പറയാനുള്ള ഒറ്റ കാരണമാണ് ഹാൻഡിക്യാപ്ഡ് ആണ്. അവരെന്നിട്ട് ഓവറായിട്ട് എല്ലാരെയും പ്രവോക്ക് ചെയ്തിട്ട് ഇതാക്കുക. ഇപ്പൊ ഒരു ലേഡിനായിട്ട് പ്രശ്നമായിട്ട് കൊണ്ടു നിർത്തിയാണ്. ഇപ്പൊ ഇന്റെ അടുത്തേക്ക് വരില്ല. കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഉപദ്രവം എന്ന് പറയുന്ന എല്ലാവർക്കും. ഇപ്പം എന്റെ മക്കള് ഇപ്പൊ താൻ വന്ന സമയത്ത് എന്നോട് ചോദിച്ചു, നീ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നീ അടുത്ത ദിവസം ശ്രമിച്ചില്ലേ, എന്തിന് എന്ന് ചോദിച്ചു. അത് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ഈ സോഷ്യൽ മീഡിയ ഇവനെ മാത്രമോ അല്ലെ എന്നെ മാത്രമോ ഒന്നുമല്ല ടാർഗറ്റ് ചെയ്ത്, എൻ്റെ മക്കളെ പറയുന്നുണ്ട്. അപ്പം ഈ സോഷ്യൽ മീഡിയക്ക് മാത്രമേ എൻ്റെ മക്കൾ ആരാണെന്ന് കാണാത്തതുള്ളൂ. പക്ഷേ എൻ്റെ മക്കളെ സ്കൂളിൽ LKG തൊട്ടിട്ട് +2 വരെ ഉണ്ട്. അവിടുത്തെ ഓരോ കുട്ടിക്കും ഓരോ ടീച്ചർക്കും അറിയാം അത് ജസ്ന സലീമിൻ്റെ കുട്ടികളാണെന്നുള്ളത്. അപ്പം എന്നെക്കുറിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് വളരെയധികം മോശമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അത് എൻ്റെ മക്കളെ ബാധിക്കും. എൻ്റെ ഭർത്താവിന് മുമ്പൊരു ജോലി ഉണ്ടായിരുന്നു. അത് ആദ്യം എൻ്റെ ഭർത്താവിന് ഭയങ്കര ഇതായിരുന്നു, ജസ്ന സലീം എൻ്റെ ഭാര്യയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പം അദ്ദേഹം എവിടെയും മിണ്ടൂല. അദ്ദേഹത്തിന് മിണ്ടാൻ പേടിയാണ്. കാരണം ഒരു ജോലി പോയി.
ഇനി അടുത്ത ജോലിയും പോയാൽ ഞങ്ങൾ എന്താക്കും എന്നുള്ളൊരു ചിന്താഗതിയിൽ അദ്ദേഹം ഉണ്ടാറില്ല. അതേപോലെ എൻ്റെ മാതാപിതാക്കളെ ബാധിക്കും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഉമ്മാൻ്റെ കുടുംബത്തിലൊന്നും പോവാറില്ല. അവർക്കാർക്കും എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പം ഉമ്മ അങ്ങോട്ടും ഇല്ല, അവരിങ്ങോട്ടും ഇല്ല. അങ്ങനെ എൻ്റെ ചുറ്റിലും ഞാനൊരു ചിത്രം വരയ്ക്കുന്നത് കൊണ്ട് എൻ്റെ ചുറ്റിലുള്ള ആൾക്കാരെയും കൂടിയാണ് ഇവർ ഉപദ്രവിക്കുന്നത്. അപ്പം ഞാനങ്ങ് ഇല്ലാതായാൽ അത്രയും ആൾക്കാർ സേഫ് അല്ലേ എന്ന് കരുതിയിട്ട് ഇപ്പം ഇവൻ ഞങ്ങൾ ചോദിച്ചു, ഇവന് നാളെ വിവാഹം കഴിക്കണ്ടേ, ഇവനെ കുറിച്ച് എന്തൊക്കെ മോശമായിട്ടാണ് പറയുന്നതെന്നറിയാം, എന്നെയും ചേർത്ത്. ഇവനെ ഭാവി പോലും നോക്കുന്നില്ല. അപ്പം എല്ലാവരും ഞാനൊരു വ്യക്തി പോയാൽ സേഫാണ്. ഇവിടെ ഇപ്പൊ ഒരു സൂയിസൈഡ് എനിക്ക് തോന്നുന്നു ഒന്നല്ലാന്ന് തോന്നുന്നു. ശരിക്കും എത്രാമത്തെ അറ്റംപ്റ്റ്? എനിക്ക് തോന്നുന്നു എന്റെ അറിവില് മൂന്നാമത്തെ. ഫസ്റ്റ് ഞാനില്ല, രണ്ടാമത്തത് കുറച്ച് ഡീപ്പായിട്ടാണ്. അത് നിങ്ങൾക്ക് കാണതാ? ഞാൻ കണ്ടു. സ്റ്റിച്ച് ഉണ്ടോ അതിന്? ഇതാ. ഓ, നല്ല ഇത് ഒരു ദിവസം ഞാൻ നാട്ടിലുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഫുഡ് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയ സമയത്താണ് ഇത് ചെയ്തത്. അപ്പൊ എനിക്ക് വേറൊരു വഴി എന്ന് വെച്ചാൽ ഇതേമാതിരി നല്ല മഴയുള്ള സമയമാണ്. അങ്ങനെ വേഗം ഞാൻ എന്റെ കമ്പനിക്കാരനെ വിളിച്ച് ആരെ ഇൻഫോം ചെയ്തത്? മക്കള് വിളിച്ച് പറഞ്ഞ ഇത് വാതിലടിച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഓവർ ടെൻഷൻ കഴിഞ്ഞാൽ വാതിലടിച്ച് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാന്നറിയില്ല. അങ്ങനെ പറഞ്ഞാല് ഞാൻ മാനസിക അതല്ലല്ലോ, നമ്മൾ എന്താ ചെയ്യാന്നുള്ളത് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ മാനസിക രോഗമല്ല. നമുക്കൊരു ടെമ്പർ, അതായത് നമ്മുടെ ശരീരത്തിൽ. താൻ ചോദിച്ചൊരു സംഭവം ഉണ്ടല്ലോ, ഇത്രയും ഡീപ്പായിട്ട് മുറിഞ്ഞിട്ടുണ്ടല്ലോ, വേദന ആയില്ലേന്ന് ചോദിച്ചില്ലേ, അതിനെക്കാട്ടും വലിയ വേദന ഇവിടെ നെഞ്ചത്തുണ്ടോ. അത് വേറെ സത്യം. എന്താ വെച്ചാല് നമുക്കൊരാള് അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തി മരിക്കണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണമെന്നോ വിചാരിച്ചു കഴിഞ്ഞാല് നമ്മളെ വേദന നമ്മൾ മനസ്സിലാക്കൂല. അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടോ? ഞാനോ? അല്ല, അത് സത്യമാണ്. നമുക്ക് എന്താ അറിയാം, ഇത് എത്ര ഇത് 14 അല്ല, അത് എനിക്ക് കുഴപ്പമില്ല. ഞാൻ കാര്യം എന്താ പറഞ്ഞാൽ നമ്മൾ ഏതൊരു വ്യക്തിയാണ്, ഇപ്പോൾ ഒരു ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ടാർഗറ്റ് ഒരു ലക്ഷ്യം ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ മരിക്കണമോ അല്ലെങ്കിൽ ചെയ്തോട്ടോ, അല്ല പറയണം ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് കഴിഞ്ഞ് തുനിഞ്ഞിറങ്ങിയാൽ മുകളിലുള്ള ആള് വന്നാൽ മാത്രം രക്ഷപ്പെടാം. ശരി, എനിക്ക് നിങ്ങളുടെ ഈ രക്തക്കറകളുടെ സംസാരം കേൾക്കുന്നത് കാലയൊക്കെ ചുറ്റുന്നു. ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും കുറച്ചൊക്കെ സംസാരിക്കാം. നിങ്ങളോടാണേ ഇങ്ങനെ പറ്റിയെന്ന് കുട്ടികളെ വിളിച്ചിട്ട് നിങ്ങളെ ഇൻഫോം ചെയ്യുന്നു. അപ്പൊ എന്തായിരുന്നു ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞപ്പോ എന്താ പുള്ളിയുടെ സിറ്റുവേഷൻ എന്തായിരുന്നു അന്ന് ആ സമയത്ത്? ഞാൻ വീട്ടിൽ വന്ന സമയത്ത് നമ്മളെന്താ പറയാ, ഒരു തലകറങ്ങിയുള്ള ഒരു ഫീലിംഗ് ഇല്ലേ, ആ ഒരു ഇതിലാണ് ഇവിടെ ഉള്ളത്, അബോധാവസ്ഥ. അപ്പൊ എനിക്ക് എന്താ ചെയ്യണ്ടേ, എന്താക്കണ ഒരു പിടുത്തമല്ല. അല്ലെ, കുട്ടികളെ വിളിച്ച് പറഞ്ഞിട്ട് എത്ര ടൈം എടുത്തു? അവിടെ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. മാക്സിമം ഒരു അരമണിക്കൂർ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, ഫുഡ് വാങ്ങാൻ പോയി തിരിച്ച് 1 hour, ടോട്ടലി 1 hourനുള്ളിൽ സംഭവം നടന്നിട്ടുണ്ട് അവിടെ. അതായത് എനിക്ക് തോന്നുന്നു ഞാൻ ഇറങ്ങാൻ വേണ്ടി കാത്തു നിന്നതാന്ന് തോന്നുന്നുണ്ട്. അത്ര ടൈമിംഗ് ഉള്ളൂ. ഞങ്ങള് അന്ന് എവിടെയോ പോയി വരുന്ന സമയത്ത് ആ പോയ സ്ഥലത്ത് നിന്നാണോ എന്നറിയില്ല, വീഡിയോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് നോക്കണ്ട, കാണണ്ട. അപ്പൊ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ടെൻഷൻ ആയിരുന്നു. അപ്പൊ പിന്നെ മക്കളുണ്ടല്ലോ എന്നുള്ള പ്രതീക്ഷ ഞാൻ അങ്ങ് പോയി ഫുഡ് വാങ്ങാൻ. പുള്ളിക്കാരി എന്തെങ്കിലും ക്ലൂ തന്നിരുന്നോ ഇങ്ങനെ ചെയ്യുന്നോ? ക്ലൂവും കാര്യങ്ങളും തന്നിട്ടില്ല. ഞങ്ങള് പോയി വന്ന് വീട്ടിലെത്തി, അങ്ങനെ ഫുഡില്ലായിരുന്നു, ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. അത് ഞാൻ ഫുഡ് വാങ്ങാൻ വേണ്ടി ഇറങ്ങി ഒരു 5 കിലോമീറ്റർ പോവാണ്, 5-10 കിലോമീറ്റർ. ആ ഒരു ടൈമിങ് ഒരു 1 hourൽ തിരിച്ചു വരുമ്പോൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ആയപ്പോൾ മക്കളെ പിടിക്കുന്നത്. ഞാൻ അമ്മ വാതിൽ തുറക്കുന്നില്ല, അടച്ചിട്ടതാണെന്ന് പറഞ്ഞിട്ട് മക്കളെ വിളിച്ച് ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം ടോട്ടലി ഒരു 1 hour ആയിട്ടുണ്ടാവും. എത്തുമ്പോഴേക്ക് ഞാൻ വാതിലെല്ലാം കൂടി തുറക്കാൻ ശ്രമിച്ചിട്ട് തുറക്കുന്നില്ല. ഞാൻ ആ ഉന്തി പൊട്ടിച്ച് തുറന്നാണ്. തുറക്കുമ്പോഴേക്ക് ഏകദേശം ഞാൻ വെയിന് ഫുള്ള് കട്ടായിട്ടുണ്ട്. ഫുള്ള് ബ്ലഡാണ്. ബെഡ്ഷീറ്റിന്റെ മുകളിൽ, നമ്മളെ ടൈലിന്റെ മുകളിൽ ഫുള്ള് ബ്ലഡ്. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടത് ഒരു പിടുത്തല്ലായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. അവൻ വന്ന് അവനെയും കൂട്ടിയിട്ട് നേരെ പോയി കാണിച്ച് ഇതാക്കി. അന്ന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഡീപ്പായിട്ടുണ്ടായിരുന്നു. കാരണം തുന്നാൻ പോലും പറ്റില്ല. ഡോക്ടർ പറഞ്ഞു വെയിൻ പൊട്ടിക്കോ, പക്ഷെ കുഴപ്പമില്ലാത്ത അത്രയും ഡീപ്പായിട്ടുണ്ടായിരുന്നു. കാരണം ഒരു നമ്മളെ ആ ഒരു വെയിന് കുഴിഞ്ഞു പോയ മാതിരി തുണി കിട്ടിയ ഏകദേശം കണ്ടാ മനസ്സിലാവും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അതിന്റെ ഇടയിൽ എപ്പോഴാ ഈ വീഡിയോ കൊടുക്കാൻ പറ്റിയത്? അല്ല, കാര്യം എന്താ വെച്ചാല്
നമ്മളൊരാള് ഒരു സ്ഥലത്ത് യാത്ര പോയി കഴിഞ്ഞാൽ പോയ വഴി ഏതാണെന്നുള്ളത് മറ്റുള്ളവരോട് ഞാൻ അറിയണ്ടേ. അതുകൊണ്ട് എടുത്തു വെച്ചതാണ്. കാരണം നാളെ സമൂഹം അറിയണം ഞാൻ എന്ത് ഇപ്പം കൈ മുറിച്ചത് തന്നെ ആണെങ്കിലും. ഇനിയിപ്പം ഞാൻ ഇതിനു മുമ്പ് ഗുളിക കുടിച്ച് ഹോസ്പിറ്റലിലായിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനത് പറഞ്ഞത് പലരും ഇതിനു മുമ്പ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഭക്തിയുണ്ട് മനസ്സ് പോരെ, എന്തിന് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്? അതേപോലെ തന്നെ മരിക്കണമെന്നുള്ള ആൾ മരിച്ചാൽ പോരെ, എന്തിനും വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ചോദിച്ചു. ഞാൻ എന്തിനു പോയി എന്നുള്ളതും കൂടി ഇവരറിയണം. എനിക്കിപ്പോൾ മരിച്ചതിന് ശേഷം എനിക്ക് വന്ന് പറയാൻ പറ്റുമോ? അപ്പം പോയ വഴി ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാല് മേ ബി ഇപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇവള് സൂയിസൈഡ് ചെയ്യാൻ നോക്കിയത്. അപ്പോ ആ കാരണം മറ്റുള്ളവർ അറിയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത്. പക്ഷെ പറഞ്ഞ വ്യത്യാസമുണ്ട്, ഇവിടെ സ്ലാങ് കുറച്ച് വ്യത്യാസം. പലർക്കും എനിക്ക് എന്റെ ഭാഷ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പണി തന്നിട്ടുണ്ട് കേട്ടോ. എന്റെ ഭാഷ പലർക്കും മനസ്സിലാവൂല. നെഗറ്റീവിന് ഞാൻ പറയുന്നത് പലർക്കും അത് നെഗറ്റീവായിട്ടാ തോന്നുക. ചിലര് ഞാൻ ഭയങ്കര എന്തോ ക്രൂരയാണെന്നൊക്കെ എന്റെ ഭാഷ കേട്ടിട്ട് ചിന്തിക്കാറുണ്ട്. നിങ്ങളുടെ സ്ലാങ് ഒരു വ്യത്യാസമായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഇത് ചെയ്യുന്നു, ഇതിന്റെ വീഡിയോ എടുക്കുന്ന, അപ്പൊ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ പറയാ ബോധം പോവാ അങ്ങനെ ഒന്നും തോന്നിയില്ല? അത് പിടിച്ചോണ്ട് തന്നെ ഇത്രയും നേരം? അല്ല, ഞാൻ 10 സെക്കൻഡിന്റെ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഒരു മണിക്കൂർ 2 മിനിറ്റ് ഒന്നുമില്ല. ഫോണ് നിലത്താണുള്ളത്. പിന്നെ ഞാൻ പറയാം ടൈലിന്റെ മുകളിൽ ഫുള്ള് ബ്ലഡ് ആണ്. പിന്നെ വെറും 10 സെക്കൻഡ് ഞാൻ എന്തായിരുന്നു ചെയ്തത് അല്ലെ എന്താണ് എനിക്ക് പറ്റിയതെന്ന് പുറം ലോകം അറിയാം. ആ 10 സെക്കൻഡ് മതി. മരിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു എനിക്ക്, കാരണം ഞാൻ പറഞ്ഞല്ലോ അല്ലെങ്കിൽ രക്ഷപ്പെട്ടു വരുന്നു. എന്തായിരുന്നു? ഇല്ല, കാരണം മക്കള് എന്നെ വിളിച്ചില്ലെങ്കിൽ അഥവാ വിളിച്ചിട്ട് എന്നെ കിട്ടിയില്ലെങ്കിൽ ഒരു 100% പോകും. കാരണം അത്രയും ഡീപ്പിലാണ് അത് മുറിഞ്ഞത്. പക്ഷെ എന്നിട്ടും പലരും അല്ല, ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ടും പലരും പറഞ്ഞത് എന്താണെന്നറിയോ, പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാൾ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്യണം. ചിലർ പറയും എനിക്ക് മാനസിക പ്രശ്നമാണ്. മാനസിക പ്രശ്നം നല്ലടോ. എൻ്റെ ഒരു സാഹചര്യത്തിൽ നിന്ന് നോക്കണം. നമ്മളെല്ലാവരും ഇപ്പം താനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് തൻ്റെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ്. ഞാനും കഷ്ടപ്പെട്ടത് എൻ്റെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അത് മറ്റൊരാളുടെ ദൈവം അല്ലെ മറ്റൊരു മതത്തിൻ്റെ ദൈവമായതുകൊണ്ട് ഇവർ ക്രൂരമായിട്ട് എന്നെ ആക്രമിക്കുക. ആദ്യം ഇസ്ലാം മതസ്ഥർ മുസ്ലിം മതസ്ഥർ മാത്രമായിരുന്നു ആക്രമിക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തതിന് ശേഷം പൊന്നാര മക്കളെ ജീവിക്കണ്ടായിരുന്നു എന്നുള്ളൊരവസ്ഥയിലെത്തി പോയി. ഒരു കൂട്ടം സ്ത്രീകൾ RSSകാരാണ് BJPക്കാരാണ് എന്ന് പറഞ്ഞ് കുറച്ച് സ്ത്രീകൾ ഇറങ്ങിയിട്ട് എന്താ പറയുക, ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടില്ല. അങ്ങനത്തെ ശരിക്കും ഒരാൾക്ക് ഭ്രാന്തായാൽ ഭ്രാന്താശുപത്രിയിലെങ്കിലും പോയി കുത്തിരിഞ്ഞാൽ മതി. ഇത് ഭ്രാന്തും അല്ല, ഇരിക്കാനും പറ്റില്ല, കിടക്കാനും പറ്റില്ല, നടക്കാനും പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടി ഒരു മനുഷ്യൻ കടന്നു പോകുന്നുണ്ട്. അത് വല്ലാത്തൊരു സാഹചര്യം തന്നെയാണ്. ഇപ്പൊ ഈ ഒരു വന്ന വഴി നോക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും എന്ത് തെറ്റാ പറ്റിയെന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നമില്ലായിരുന്നു അങ്ങനെ നമുക്ക് തോന്നൂലേ? കാരണം ഫസ്റ്റിൽ കൃഷ്ണനെ വരച്ച് കൊടുക്കുമ്പോൾ എല്ലാവരും ഭയങ്കര നല്ല രീതിയിലായിരുന്നു ഫസ്റ്റിൽ എടുത്തത്. പക്ഷെ എവിടെയോ അതിനൊരു മാറ്റം പറ്റിയപ്പോഴാണല്ലോ എല്ലാവരും ആക്രമിക്കാൻ തുടങ്ങി. അതെന്താ? ഇവള് ഒന്ന് മുസ്ലിം, രണ്ടാമത്തെ കാരണം ഇവള് വരച്ചു കൊടുക്കുന്നത് ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരു ദൈവത്തിനാണ്. മൂന്നാമത്തത് ഇവൾ വരച്ചു കൊടുക്കുന്ന അതേ ഗുരുവായൂർ അമ്പലത്തിൽ ആ ഒരു ഏരിയയിൽ കൂടി അല്ലെ ആ ഒരു ചുറ്റുപാടത്ത് കൂടി കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. കൃഷ്ണനെ വരയ്ക്കുന്നവരും കൊടുക്കുന്ന ആൾക്കാരും. ഒരുപാട് ഹിന്ദു മതസ്ഥർക്ക് കിട്ടാത്ത ഒരു അനുകൂലങ്ങളും കുറച്ച് ഫ്രീഡം കുറച്ച് എന്താ പറയാ ആൾക്കാർ അറിയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവള് ഒന്ന് താഴെ തട്ടിലുള്ള ഒരാൾ മുകളിലേക്ക് വരിക. അപ്പോൾ ഓൾറെഡി അവിടെ ഉള്ള ആൾക്കാർക്ക് വില അല്ലാത്തൊരു രീതിയിലായിപ്പോയി. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ആളെ പേരും കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഒരു കൃഷ്ണനെ വരച്ചിതാക്കുന്ന ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളുണ്ട്. അവര് വരെ എനിക്ക് എതിരെ തിരിഞ്ഞു കേട്ടോ. അതെന്താന്ന് വെച്ചാല് അല്ല, സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന്റെ സമയത്ത് ഞാൻ 2 ദിവസം മുമ്പ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് തമാശയിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ജസ്ന നീ കല്യാണത്തിന് വന്നാണോ ജസ്ന? അപ്പം സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാല് ഒരു വിധേനയും പുറത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരാളോടും പറഞ്ഞില്ല എന്തിനാണ് ഞാൻ അവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നതെന്നുള്ളത്.
അപ്പോൾ പ്രധാനമന്ത്രിക്ക് കൊടുത്ത ഫോട്ടോ പിന്നീട് അവർ കാണുന്നത്. അപ്പോൾ അവരോട് പോലും മറച്ചു വെച്ചു, അല്ലെ അവർക്ക് പോലും കിട്ടാത്തൊരു സൗഭാഗ്യം ഒരേ ചിത്രം വരയ്ക്കുന്ന എനിക്ക് കിട്ടി എന്നുള്ള ഒരു ചിന്താഗതി. പലരും പറയുന്ന ഒരേ ചിത്രമായതുകൊണ്ട് കോപ്പിയാണെന്ന് പറയുന്നത്. പക്ഷെ ഇവരാരും അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഇഷ്ടം പോലെ നമ്മളെക്കാട്ടിലും അടിപൊളിയിൽ വരയ്ക്കുന്ന ചിത്രകാരന്മാരുണ്ട്. അവർക്ക് പോലും കിട്ടാത്തൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ അവരുടെ ഒരു ചിത്രം വരച്ച് എവിടെയെങ്കിലും വിൽപ്പനക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വീട്ടിൽ കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കണം ഇന്ന വ്യക്തി വരച്ചതാണെന്ന്. പക്ഷേ എന്നെ കണ്ടാൽ തിരിച്ചറിയാത്ത ആൾക്കാർ പോലും എൻ്റെ ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയും. അത് ഈ വെണ്ണക്കണ്ണനെ കണ്ടാൽ ഇത് ജസ്ന സലീം വരച്ച ഫോട്ടോ അല്ലേ എന്ന് ചോദിക്കും. അത് എൻ്റെ സിഗ്നേച്ചർ ഐറ്റം ആക്കാൻ ഞാൻ 12 വർഷം കിടന്ന് പെടാപ്പാട് പെട്ടിട്ടുണ്ട്. അതേപോലെ താൻ ചോദിച്ചില്ലേ എവിടെയെങ്കിലും പിഴവ് പറ്റിയോന്ന്. ആ പിഴവ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കും, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തതിന് ശേഷം ഈ RSSകാർ BJPക്കാർ എന്ന് പറഞ്ഞ് കുറച്ച് സ്ത്രീകളെ എന്നെ ഉപദ്രവിച്ചു. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി വീട് വെച്ച് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എന്നെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ഫോട്ടോക്ക് ഓർഡർ തന്നാൽ മതി എന്ന് പറഞ്ഞു. ആരോടും ഒരു സഹായം ഞാൻ ചോദിച്ചിട്ടില്ല, സഹായം തന്നാൽ സ്വീകരിക്കാനും തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ വീടൊക്കെ വെക്കുന്നതെന്ന് പറഞ്ഞപ്പം ഇവൻ പറഞ്ഞത് പോണം, ഈ താഴെ തട്ടിൽ നിന്ന ഒരു മുസ്ലിം ഒരുത്തി ഈ ഹൈന്ദവരുടെ ദൈവത്തിനെ വരച്ച് അവൾ വലിയ നിലയിലേടോ എത്തിപ്പോയി എന്നുള്ള ചിലരുടെ അന്ധമായ ചിന്താഗതിയാണ് എന്നെ ഇവിടം വരെ എത്തിച്ച് എന്നെ ഈ ആത്മഹത്യക്ക് തള്ളിയിട്ട് വിട്ടുകൊടുക്കുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നത്. അത്രമേൽ എന്നെ അവർ കഷ്ടപ്പെടുത്തി കളഞ്ഞു. അപ്പൊ ഈ അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റി തെറ്റാണോ എന്ന് എനിക്കറിയില്ല, ഈ കേക്ക് മുറിച്ചത് അല്ലേ, പിന്നെ കൃഷ്ണന് മാല ഇട്ടത്, കണി കണ്ടത്, അങ്ങനെ ഒരുപാട് കണി കണ്ടത് റോട്ടിൽ വെച്ചതായിരുന്നു. പറയണ്ടെന്ന് പറഞ്ഞ വേറൊന്നല്ല. കണി വെച്ചെന്ന് പറഞ്ഞാല് നിങ്ങൾ മുസ്ലിം അറിയില്ല, ഏതൊരു ഹിന്ദുക്കൾക്കും അറിയാം, വിഷു. അതായത് വിഷു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒരു എന്താ പറയുക ആചാരപ്രകാരം ഏറ്റവും വലിയൊരു ആഘോഷമാണ്. ആ ഒരു ആഘോഷത്തിൽ പുറത്തുനിന്നുള്ള ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടും കൂടി പുറത്തൊക്കെ കണി വെക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കണി വെച്ചതാണ് ഗുരുവായൂർ KK നാടിൻ്റെ ആ ഭാഗത്തായിട്ട് ഈ ഒരു ഇത്. അത് ഇവള് പോയി ഫോട്ടോ എടുത്ത് തോന്നുന്നു. രണ്ടാമത് ചോദിച്ച കാര്യം അല്ല, കൃഷ്ണന് മാലയിട്ട് അല്ല, ഞാൻ ഇപ്പം ഇത് പറഞ്ഞത് മാതിരി ഭക്തി മനസ്സ് പോരെ പ്രകടിപ്പിക്കണമെന്ന് ചോദിച്ചു. അപ്പൊ പലരും ചോദിച്ചൊരു കാര്യമുണ്ട്, അവർക്ക് ഭക്തി ഞാൻ കൃഷ്ണന് മാല ഇട്ടത് എന്താ വെച്ചാൽ എനിക്കൊരു ആഗ്രഹം സാധിക്കാനാണ്. ആ ആഗ്രഹത്തിലാണ് ഞാൻ ഇന്ന് ഇരിക്കുന്നത്. അപ്പം ഞാൻ ഹരേ കൃഷ്ണ ജപമാല ഇട്ട് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ തോറ്റിട്ടില്ല എന്ന് കാണിച്ചു കൊടുക്കാനായിരുന്നു. അത് പലരും വിചാരിച്ചത് ഈ ഹൈന്ദവരെയാണെന്ന്. ഒരിക്കലും അല്ല. ഇന്നെന്നെ ഒറ്റപ്പെടുത്തിയ, സമൂഹത്തിൽ ഒറ്റപ്പെടുത്തിയ ഒരുപാട് മുസ്ലിം മതസ്ഥരുണ്ട്. അതേപോലെ കുടുംബത്തിൽ ഒറ്റപ്പെടുത്തിയ കുറേ ആൾക്കാരുണ്ട്. അവരെടുത്ത് ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. ഞാൻ ഇപ്പോഴും കണ്ണൻ്റെ ആ ഒരു എന്താ പറയുക വിശ്വാസത്തെ, കണ്ണനെയും കൂടി വിശ്വസിച്ചിട്ടാണ് പോകുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം പോസ്റ്റ് ചെയ്തതായിരുന്നു. ഞാൻ ഈ ഒരു ഗുരുവായൂർ പോയിന്റ് അടിയിൽ വന്ന ഏറ്റവും വലിയൊരു കമന്റ്സ്, ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവളല്ലാത്ത സമയത്ത് ഇവളെ തട്ടല്ലാണ്ടൊക്കെ കാണാം, പക്ഷെ എന്ന് ഇവള് ഗുരുവായൂർ കയറുന്നു അന്ന് അവർക്ക് തട്ടം മസ്റ്റാണ്. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന്. ഒരു മുസ്ലിം പെണ്ണാണെങ്കിലും ഒരു ഹിന്ദു പെണ്ണാണെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവരല്ലാതെ ആവും. അല്ല, അതല്ല ചോദ്യം. അവരല്ലാതെ ഒരിക്കലും ആവുന്നില്ല. പക്ഷെ ഇവളെ ഇഷ്ടമാണ്, അത് ഇവളെങ്ങനെ പോകണം. പക്ഷെ അതെന്താ ഇത്ര മാത്രം എന്ന് പറയുകയാണെങ്കിൽ, തട്ടം കമ്പൽസറി യൂസ് ചെയ്യുന്ന ഒരാളല്ല. അത് വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ തട്ടം നിഷിദ്ധമാവുന്ന സ്ഥലത്ത് എന്തിനാ ഈ തട്ടം ഇടുന്നത് എന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം. ഞാൻ അത് അവിടെ നിന്ന് ഒഴിവാക്കിക്കൂടെ, അങ്ങനെ ഒഴിവാക്കുന്ന ആളാണെങ്കിൽ? ഞാൻ വെറൈറ്റി മീഡിയ ഫസ്റ്റ് വാക്ക് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ആദ്യമായിട്ടാണ് ഞാൻ തട്ടമിടാതെ വെറൈറ്റി മീഡിയയുടെ മുമ്പിൽ വന്നതെന്ന്. എനിക്കെന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്കാലം തൊട്ടിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് വീട്ടിൽ തട്ടം മസ്റ്റായിരുന്നു. എൻ്റെ ഉമ്മാക്ക് നിർബന്ധമായിരുന്നു, ബാപ്പാക്ക് നിർബന്ധമല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ നിർബന്ധത്തിനാണ് ശരിക്കും ഞാൻ തട്ടമിട്ട് ശീലിച്ചത്. അപ്പം എൻ്റെ വീട്ടിൽ കൂടിയൊക്കെ തട്ടമിടാത്ത ഒരാൾ ഞാൻ മാത്രം. പിന്നെ ഈ പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അമ്പല പരിസരത്ത് പോകുമ്പോൾ മാത്രമേ ഞാൻ തട്ടിട്ടുള്ളൂ. ഞാൻ പൊതുവെ എല്ലാ റീലും ഇടാറുണ്ട്, പക്ഷേ ഈ അമ്പലത്തിൽ പോകുന്ന റീല് മാത്രം വൈറലാവും. അപ്പോൾ കാണുന്നവരൊക്കെ ഞാൻ ഈ അമ്പലത്തിൽ പോകുമ്പോൾ തട്ടിടുന്നൊരുത്തി ആക്കിയെടുത്തതാണ്. അതിനേക്കാട്ടിലൊപ്പുറം ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, ഞാൻ ഈ അമ്പലത്തിൽ പോകുന്നതും പോയി തട്ടമിട്ടിട്ട് പോകുന്നതും പോവാത്തതും സോഷ്യൽ മീഡിയ തന്നെയാണ് ഞാൻ പങ്കുവെക്കുന്നത്.
അപ്പം അമ്പലത്തിൽ പോകുമ്പോൾ മാത്രം തട്ടമിടുന്നത് എന്തെങ്കിലും വേറൊരു കാര്യത്തിനാണ്. ഞാനിത് സോഷ്യൽ മീഡിയ പങ്കുവെക്കുമോ? അമ്പല പരിസരം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 10,000 കൂടുന്ന ആൾക്കാർ. പക്ഷേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ കാണുന്നതാണ്. അപ്പം എനിക്ക് ഈ ഫോട്ടോ ഈ വീഡിയോ പങ്കുവെക്കേണ്ട ആവശ്യമില്ലല്ലോ. അതേപോലെ തന്നെ കൂടുതലായിട്ട് പറയുന്ന ഒരു കമൻറ്റാണ്, കണ്ണനെയാണ് ഏറ്റവും ഇഷ്ടമെങ്കിൽ കണ്ണൻ്റെ മതത്തിലേക്ക് മാറിക്കൂടെ, എന്തിനാണ് ഈ രണ്ടിൽ നിൽക്കുന്നത് എന്നുള്ളത്. രണ്ടിൽ നിൽക്കണപ്പം എത്ര ഹിന്ദു മതസ്ഥർ ഈ മുസ്ലിം പള്ളിയിൽ പോയിട്ട് എന്തെങ്കിലും ചടങ്ങുകൾ ചെയ്യുന്നുണ്ട് എന്ന് എത്ര പേര് ചെയ്യുന്നുണ്ട്. ഏത് മതത്തിൽ നിൽക്കണം ഏത് മതത്തിൽ നിൽക്കണ്ട എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. അപ്പം ഞാനിപ്പോൾ ഉള്ളിൽ എന്താണെന്നുള്ളത് തനിക്ക് പറയാൻ പറ്റുമോ? ഉള്ളിൽ ചിലപ്പോൾ കണ്ണനോട് അമിതമായിട്ടുള്ള ആരാധനയായിരിക്കും. ഒന്നും വേണ്ട, ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു ചെയിനാണ്. ഇതിൻ്റെ ഇവിടെ ഞാൻ കണ്ണൻ്റെ ലോക്കറ്റ് ഇടുന്നൊരു വ്യക്തിയാണ്. അപ്പം എൻ്റെ ഉള്ളിൽ എന്താന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതിപ്പോൾ പുറമെ കാണുന്ന ഒരാളുടെ ഇതായിരിക്കും ഉള്ളിലുള്ളത്. അപ്പം നമ്മുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ കാര്യം ചോദിക്കട്ടെ, ലൈഫിലൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൽ പ്രാർത്ഥിക്കും. ജസ്റ്റിയുടെ ലൈഫിലൊരു പ്രശ്നം വന്നാൽ നിങ്ങൾ ഏത് ദൈവത്തിലാണ് പ്രാർത്ഥിക്കാറ്? ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ വായിൽ വരുന്ന ഒരു സംഭവം എന്താണ്, അപ്പം നമ്മൾ അയ്യോ എന്നൊക്കെ ചെല്ലൂലേ, അതേപോലെ ഏറ്റവും കൂടുതൽ ഞാൻ കർത്താവേന്നാണ് പറയല്. ഓ, അപ്പം 3 കൂടിയോ? ഞാൻ 3 കൂടി അല്ല, എൻ്റെ വീഡിയോസിനും പലതിനും ഞാൻ കർത്താവേന്ന് വിളിക്കുമ്പോൾ അതിൻ്റെതായ വന്ന് തെറി വിളിക്കുന്ന പോലെ ഉണ്ട്. എനിക്ക് ആരുന്നില്ല. ഞാൻ അമ്പല പരിസരത്ത് പോയാൽ ഇന്ന് പാല് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണാ താങ്ക് യു എന്ന് പറഞ്ഞു. ഉമ്മ അപ്പുറത്ത് നിന്ന് പടച്ചോനെ നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന മതം ഇന്നത് എന്നൊന്നുമില്ല. നമ്മൾ കാല് തടഞ്ഞ് വിൽക്കാൻ പോകുമ്പോൾ പിടിക്കുന്നത് ചിലപ്പോൾ ഏത് മതസ്ഥനാന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ഞാൻ കണ്ണാൻ തന്നെ വിളിക്കലുണ്ട്. ഇപ്പം ഇനി ഒരു മതമില്ല എന്ന് പറയുന്നു. അപ്പം ഇനി ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ, പ്രതിസന്ധി വന്നാൽ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം എന്ന് തോന്നിയാൽ ഇനി ഏത് ദൈവത്തിലായിരിക്കും അപ്പോൾ വിശ്വസിക്കാൻ പോകുന്നത്? അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനെ ഡീപ്പായിട്ടൊരു, എനിക്ക് കുട്ടിക്കാലം തൊട്ട് ഇങ്ങനെ ഞാൻ ഭയങ്കര വിശ്വാസിയായിട്ട് വളർന്നൊരു ആളല്ല. ഞാൻ എൻ്റെ വാപ്പയുടെ മാതിരി ഒരു വേറിട്ട ചിന്താഗതിക്കാരി. എൻ്റെ വാപ്പ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ വീട്ടിലൊരു ഹിന്ദുക്കളുടെ വീട്ടിൽ പോയിട്ട് ഒരു ഭക്ഷണം കഴിക്കലുണ്ട് ഞാനും എൻ്റെ വാപ്പയായിരുന്നു കുട്ടിക്കാലത്തിട്ടോ. അത്രമേൽ അവർ അങ്ങനെ നിന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ എന്താ അറിയില്ല, ആ സമയത്ത് എന്താണോ അത്. ഓക്കെ, ഇപ്പം നമ്മുടെ കൂടെ ജസ്റ്റിയുടെ ഉപ്പയും ഉമ്മയും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഉപ്പ എന്താ പേരെന്താ? മജീദ്. ഉമ്മന്റെ പേരെന്താ? സോഫിയ. ഓക്കെ, ഇപ്പോ എവിടെ ഇരിക്കുന്നേ? ഇത് ആരുടെ വീട്? ആർക്ക് ഉണ്ടാക്കി തന്ന വീടാ? ആ, ഇപ്പഴേ വിചാരിച്ചിരുന്നോ ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കും, ഈ വീട്ടിലേക്ക് വരും എന്നൊക്കെ? ഇല്ല. രണ്ടാൾക്കും സംസാരിക്കാൻ കുറച്ച് ഷെയിമേഡ് ഉണ്ട് കേട്ടോ. ഇനി കമന്റ് ഇടണ്ടാവർക്ക് രണ്ടാൾക്കും ഇഷ്ടമല്ല. അത് കുഴപ്പമില്ല. എപ്പോഴെങ്കിലും ഉപ്പ ആവശ്യപ്പെട്ടിരുന്നോ ജസ്റ്റിന്റെ അടുത്ത് ഇങ്ങനെ ഒരു വീട് വേണമെന്ന്? ഇല്ല, ഇതുവരെ ഉപ്പ മാത്രല്ല ഉമ്മയും എന്നോട് ആവശ്യപ്പെട്ടില്ല. ഞാനിങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞപ്പോൾ പോലും രണ്ടുപേരും വേണ്ട, ഞങ്ങൾ ഇവിടെ കിടന്നോളാം, ഇവിടുന്ന് മരിച്ചു വിരിഞ്ഞോളാം എന്ന് പറഞ്ഞ ആൾക്കാരാ. ഇപ്പൊ ഇത് സ്വന്തമായിട്ടൊരു വീടായി അല്ലേ? ഇതിപ്പോ എല്ലാരും ചോദിക്കുന്നത് ജസ്റ്റിന് ഈ ഒരു വീട് എങ്ങനെ ഉണ്ടാക്കി തന്നു എന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ഈ ഒരു വീട് ഉണ്ടാക്കി തന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ വീട്ടിൽ നിൽക്കുമ്പോ എന്താ ഉമ്മക്ക് പറയാനുള്ളേ? ഇതില് ഇപ്പൊ കൊറേ കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് കൃഷ്ണനെ വരച്ചിട്ടുള്ള ഒരു പൈസ കൊണ്ട് ഉണ്ടാക്കിയ വീടാണ് എന്നുള്ളത്. അപ്പൊ ജസ്റ്റിന് തന്നെ എൻ്റെ അടുത്ത് പറയണ്ടായി, എല്ലാ കുടുംബക്കാരും, അതായത് ഉമ്മയുടെ കുടുംബമാണ്, ഉമ്മന്റെ കുടുംബക്കാരൊക്കെ പറയുന്നുണ്ട് ഈ വീട്ടിലേക്ക് വരൂല, അതായത് അതൊരു ഹലാലായി കിട്ടിയ പൈസ കൊണ്ട് ഉണ്ടാക്കിയതല്ലാത്തത് കൊണ്ടെന്ന്. ഉമ്മക്ക് അതിനെ പറ്റി എന്താ പറയാല്ലേ? അതിനെ പറ്റി ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഇല്ല. ഈ കൃഷ്ണനെ വരയ്ക്കുന്നതിൽ ഉപ്പക്ക് എന്തെങ്കിലും ആദ്യം വേണ്ടാന്നോ എങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നോ? ഇല്ല. വാപ്പൻ പറഞ്ഞില്ലേ ഡ്രൈവറാ മതം. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എത്ര പേര് ബസ് കയറിയിട്ടുണ്ടെന്ന് അറിയില്ല. എൻ്റെ ബാപ്പ ഒരു ബസ് ഡ്രൈവറായിരുന്നു. ബസ് കയറിയാൽ നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഒരു ചെറിയൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ ഒരു തല കഅബയുടെ ഫോട്ടോ, ഒരു തല മറ്റേ 3 മതങ്ങൾ.
അപ്പൊ ഓരോ ഡ്രൈവർമാരും 3 മതത്തെയും കൊണ്ടിട്ടാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെയ്ത ഒരു ഡ്രൈവറുടെ മകളാണ് ഞാൻ. അപ്പൊ എന്റെ വാപ്പാക്ക് മതമില്ല, എനിക്കും മതമില്ല. ബാപ്പക്കും മതമില്ലേ? മതം ഉണ്ട്, പക്ഷെ അങ്ങനെ ഇപ്പൊ വേർതിരിവില്ല. ഇല്ല. ഇപ്പൊ ജസ്റ്റിന് വലിയൊരു സ്റ്റേറ്റ്മെന്റ് എടുത്തു, എനിക്കിനി മതം ഇല്ല എന്നുള്ളത്. അപ്പൊ അത് കേട്ടപ്പോ നിങ്ങക്ക് രണ്ടുപേർക്കും എന്ത് തോന്നി? ഒന്നും തോന്നുന്നില്ല, ഞാൻ കേട്ടില്ലോ വേട്ടില്ല. ഇനി പറയുന്നത് ഒരു മതത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നോ? ഒരു എന്തായാലും മതത്തിലും വിശ്വസിക്കുക, ഇന്ന മതത്തിന്റെ പേരിൽ ആരും ചോദ്യം ചെയ്യണ്ട. എനിക്ക് ഇന്ന മതം, ഞാൻ മുസ്ലിം മതസ്ഥയാണെന്നോ ഹിന്ദു മതസ്ഥയാണെന്നോ ക്രിസ്ത്യൻ മതസ്ഥയാണെന്നോ പറയാൻ താല്പര്യമില്ല. ഞാൻ മനുഷ്യനാണ്. അങ്ങനെ ചെയ്യുന്നത് ഞമ്മക്കൊന്നും അറിയാനില്ല, പറഞ്ഞിട്ട് കാര്യവുമില്ല. പിന്നിപ്പോ അങ്ങനെ എന്താ പറയാ. അതെ, ഈ കൃഷ്ണനെ വരയ്ക്കുമ്പോ ഉമ്മ എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ ഇങ്ങനെ വരയ്ക്കുന്നത് കൊണ്ട് എല്ലാരും പറയുന്നുണ്ട്? ഉമ്മ എന്താ പറഞ്ഞേ അത് വരയ്ക്കുന്ന സമയത്ത്? ഇനി വരക്കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് മാസത്തിൽ 5000 ഉറുപ്പ്യ എടുക്കാൻ പറഞ്ഞു നോക്ക്. വരയ്ക്കണ്ട. അപ്പൊ ചോദിച്ചു മാസം 5000 ഇഞ്ച് കൊടുക്കാനില്ല, ഇനി വരച്ചോന്ന് പറഞ്ഞു. അല്ലാണ്ട് ഇപ്പൊ മാസത്തിൽ 5000 ഉറുപ്പ്യ എടുത്തെടുക്കാൻ ഇഞ്ചിലില്ല, 5000 മതി എന്നോട്. ഉമ്മനോട് അവന് നമുക്ക് ഒരു ചെലവിന്റെ ഒരു പൈസ ഉണ്ടല്ലോ, അതുപോലും തരാൻ ഓപ്ഷൻ ഇല്ല. അപ്പം അമ്മ പറഞ്ഞു എൻ്റെ തൊഴിൽ നീ അത് മുന്നോട്ട് കൊണ്ടുപോടുന്ന്. ഇന്നിപ്പം ജസ്റ്റിന്റെ അടുത്ത് ഉമ്മ പറഞ്ഞു എന്ന് പറഞ്ഞു, എന്തായിരുന്നു അത് പറഞ്ഞത്? അല്ല, എന്നോട് ആദ്യമായിട്ട് അമ്മ പറഞ്ഞു ഇനി തലേ തട്ടടുണ്ടോ, നീ മറ്റു തട്ടട്ടില്ല ജപ്പ ചീത്ത പറയുന്നൊരുമ്മ. അപ്പോൾ ഇത്രമേൽ ഉമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ആരോ എന്തോ പറഞ്ഞോട്ടെ, പടച്ചോൻ എന്നെ തോൽപ്പിക്കാണ്ടിരുന്നാ മതി, അത്രേ ഉള്ളൂ. അതെ, ഉമ്മ എന്താ അങ്ങനെ പറയാൻ കാരണം? ഇന്ന് മാത്രം അങ്ങനെ പറയാൻ കാര്യം എന്താ? ഓളോളെ നടന്നുകൊണ്ട് അല്ലാണ്ട് ഇപ്പൊ എന്താക്കാനാ? അങ്ങനൊന്നുമില്ല. ഇല്ല. ഓക്കെ, ഇപ്പൊ ജസ്റ്റിനെ പൂർണ്ണമായി പിന്തുണ ചെയ്യുന്നല്ലേ? ഞാനും അങ്ങനൊക്കെ തന്നെ ആയിരുന്നു. അങ്ങനെ എന്റെ ഇഷ്ടത്തിന് നടത്തിയായിരുന്നു. അന്നപ്പോഴും എല്ലാവരും എതിർപ്പുണ്ടാവുകയായിരുന്നു. പിന്നെ ഉമ്മ സാരി എടുക്കുന്നതിനൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു. ഇപ്പൊ അതെ, ഉമ്മ പറയുന്നത് എന്താ വെച്ചാൽ ജസ്റ്റിന്റെ ഇഷ്ടത്തിൽ നടക്കട്ടെ. ഓക്കെ, ഉപ്പയ്ക്കും അതേ അഭിപ്രായം തന്നെയാണ് അല്ല? എന്റെ ഇഷ്ടത്തിന് തന്നെ ജീവിക്കട്ടെ എന്നുള്ളതാണ് നിങ്ങളെ അഭിപ്രായം നയിച്ച് ആണ് അല്ലേ? ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായം. ഇഷ്ടത്തിന് ഓളോട് നടക്കാൻ പറഞ്ഞാല് ഞമ്മക്ക് അതിന് കഴിയില്ല. ഓളോളെ ഇഷ്ടത്തിന് നടക്ക്, ഓളോളെ നടക്കട്ടെ. നമുക്ക് നമ്മളൊന്നും അങ്ങനത്തെ ഒരു ഇതിലേക്കൊന്നും പെട്ടാനൊന്നും ആദ്യമല്ലോ. അത്രേ ഉള്ളൂ നിങ്ങൾക്ക്. ഓക്കെ, ജസ്റ്റിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കൃഷ്ണനെ വരച്ചിട്ട് ഒരു വീട് എടുക്കുക എന്നുള്ളത്. അതിപ്പോ ഓൾമോസ്റ്റ് കഴിഞ്ഞു, അത് സാധ്യമായി. ഇനി അടുത്തൊരു ആഗ്രഹം എന്തെങ്കിലും ബാക്കിയുണ്ടോ? എനിക്ക് സത്യം പറയാച്ച ഒരു ആഗ്രഹവും കൂടി ഉണ്ട്, ഈ വീട്ടിൽ നിന്നിട്ട് തന്നെ അവരെ ഹജ്ജിന് പറഞ്ഞേക്കുക എന്നുള്ളത്. അപ്പം എനിക്ക് വരുമാനം എന്ന് പറയുന്നത് കണ്ണൻ തന്നെയാണ്. അപ്പം ഞാൻ അങ്ങനെ എനിക്ക് പറ്റുവച്ചാൽ ഞാൻ അതും കൂടി ചെയ്യും. അതായത് കണ്ണനെ വരച്ചിട്ട്, കണ്ണന് ഞാനല്ലേ വരയ്ക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത് എന്തും അവർക്ക് ഞാൻ ഇപ്പം എത്ര ആൾക്കാർ എന്തൊക്കെ ഞാൻ എന്തെങ്കിലും മോശപ്പെട്ട കട്ടോ പിടിച്ചോ വരച്ചോ ശരീരം വിറ്റോ അങ്ങനെയൊന്നുമില്ലല്ലോ ഞാൻ ജീവിക്കുന്നത്. ഞാനൊരു ചിത്രം വരച്ച് എൻ്റെ കഴിവിനെയാണ് ഞാൻ വിൽക്കുന്നത്. അത് മറ്റുള്ളവർക്കാണ് അത് കണ്ണനായിട്ട് തോന്നുന്നത്. ശരിക്കും പറയാച്ചാൽ ഞാൻ എൻ്റെ കഴിവാണ് ആ വിൽപ്പന നടത്തുന്നത്. അപ്പം അത് മറ്റൊരാളുടെ ദൈവമായിട്ട് ആയതുകൊണ്ടാണ് പലർക്കും അത് വിഷയമായത്. അപ്പം അതേപോലെ തന്നെ എൻ്റെ ആ ഒരു കഴിവിനെ വെച്ചിട്ട് എനിക്ക് ഈ വീട്ടിൽ നിന്നിട്ട് 2 പേര് ഹജ്ജിനും രണ്ടുപേരും ഒരുപാട് പ്രാവശ്യം ഉംറ ചെയ്ത ആൾക്കാരാട്ടോ. 2 പേർക്കും ആഗ്രഹമുണ്ട് ഹജ്ജും കൂടി ചെയ്യണം എന്നുള്ളത്. അപ്പം എനിക്ക് പറ്റിയാൽ ഞാൻ അതിനും കൂടി തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞേക്കും. ഓക്കെ, ജസ്ന സലീം എന്ന് പറയുമ്പോൾ തന്നെ പല പല കോൺട്രവേഴ്സീസ് ആണ് ഇങ്ങനെ യൂട്യൂബിൽ വരുന്നത്. അതിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒന്നാണ് ഒരു ഓഡിയോ. ശരിക്കും എന്തായിരുന്നു അതിൻ്റെ പിന്നിലെ കഥ? എൻ്റെ പൊന്നാര മക്കളെ, അത് ആ ഓഡിയോ നിങ്ങളൊക്കെ വിചാരിക്കും പോലെ ഇന്നലത്തോ മിഞ്ഞാമത്തോ ഒന്നുമല്ല, 2016 ഓഡിയോ ആണ്. കേക്ക് 16-17 സമയത്തുള്ള. അതെന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവനോട് എനിക്കിത് ഈ ആളെടുത്ത് പറയാൻ പറ്റൂല എന്ന് പറയാൻ പറ്റാത്തൊരു നമ്മൾ അടുത്തൊരു ഫ്രണ്ട് ഉണ്ടല്ലോ, അവനാണ്. അപ്പം ഞാൻ എന്താക്കി, ഞാൻ ഈ വിളിച്ച റെക്കോർഡ് ഞാൻ തന്നെയാണ് ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ആ ഓഡിയോ ഉള്ള ഓപ്പോസിറ്റ് ആളുടെ അത് ക്യാഷ്വൽ ടോക്കായിട്ട്
എടോ എത്ര സമയമായി, എന്നാൽ പിന്നെ അതൊന്ന് കുളിയൊന്നും കാണണമല്ലോ എന്നൊരു കാഷ്വൽ ടോക്കായിട്ട് പറഞ്ഞു. അപ്പം നമ്മൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളും അവരും മോശമായിട്ടുള്ള രീതിയിലാണ് ഇത് ചിന്തിക്കുന്നതെങ്കിൽ താനിപ്പോൾ എന്നോട് അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ അടുത്തത് ഈ വിഷയത്തെ പറ്റി എന്നാൽ പിന്നെ എത്ര നേരമായി നിന്നെ വിളിക്കുന്നു, എന്നാൽ പിന്നെ ആ കുളിയൊന്ന് കാണണമല്ലോ എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് കാണണോ, ഞങ്ങൾ കാണൂ എന്നുള്ള രീതിയിലേ നമ്മൾ ചോദിക്കുള്ളൂ. ആ ടോക്ക് അവിടെ കഴിഞ്ഞു, ഞാൻ അടുത്ത ടോക്ക് പറഞ്ഞു, ആളും അടുത്ത ടോക്ക് പറഞ്ഞു. അതൊരു കാഷ്വൽ, ഒരു തമാശ, നമ്മുടെ നാട്ടിൻപുറത്തൊരു തമാശയായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. അപ്പം ഞാൻ തന്നെയാണ് അത് എൻ്റെ ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുത്തത്. അവനതിങ്ങനെ മിസ്യൂസ് ചെയ്ത് അതും 2025 എടുത്തിടും എന്നുള്ളത് ഞാൻ അറിയില്ല. വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സംഭവം. ഓക്കെ, അപ്പം എന്താ പറയുക ജസ്ന, ഇനിയും ഒരുപാട് പടങ്ങളൊക്കെ വരയ്ക്കാൻ പറ്റട്ടെ. എന്തൊക്കെയാണോ ആഗ്രഹങ്ങൾ അതെല്ലാം എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞല്ലോ, അതിൽ നിന്ന് ഞാൻ ഇനി എയറിലൂടെ ആടി കളിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, എന്തായാലും എന്തു വന്നാലും മുന്നോട്ട് ജീവിക്കുക. ഇങ്ങനത്തെ ഈ സൂയിസൈഡ് മൈൻഡുകളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് ജീവിക്കുക. താങ്ക് യു. ഓക്കെ, എന്നാൽ താങ്ക് യു, ബൈ.